കേരള രാഷ്ട്രീയത്തിലേറെ നിർണായകമായ ക്രസന്റ് എന്ന വീട്ടിലാണ് നമ്മളിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ചങ്കിലുള്ള CH എന്ന് പറയുന്ന രണ്ടക്ഷരം ഈ വീട്ടിനുള്ളിലായിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനോടൊപ്പമാണ്, ഡോക്ടർ MK മുനീർ. ആദ്യം തന്നെ ആരോഗ്യം ഒക്കെയാണോ? ആരോഗ്യം ശരിയായി വരുന്നു, പതുക്കെ പതുക്കെ. മറ്റു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറവുണ്ട്. പിന്നെ ഇപ്പോൾ കാലിലൊരു മുറിവുണ്ട്, അത് ഉണങ്ങാനുള്ളൊരു സമയം ഒരു 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഭേദമാവും. പക്ഷേ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എന്തായാലും ആരോഗ്യം മെച്ചപ്പെട്ടിട്ടെ. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്തൊരു നിർണായകമായ മാറ്റം കൊണ്ടുവരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 തവണ കേരളം ഭരിച്ച ഇടതുപക്ഷത്തെ താഴെ ഇറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം ഇനിയൊരു തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ടീം UDF 100 സീറ്റ് എന്ന് പറയുന്നതിലേക്ക് തന്നെ എത്താൻ കഴിയുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കാത്തൊരു സാഹചര്യത്തിൽ ഇനി പാർട്ടിക്കുള്ളിൽ അങ്ങയുടെ പ്രവർത്തനം അത് ഏത് തരത്തിലായിരിക്കും? പാർട്ടി എന്ന് പറയുന്നത് ആണല്ലോ എൻ്റെ എല്ലാ നാഡീഞരമ്പുകളിലും എൻ്റെ പാർട്ടിയാണുള്ളത്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിന് ആരുടെയും ക്ഷണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറഞ്ഞ പോലെ 140 മണ്ഡലങ്ങളും പോകാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ എവിടെയൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതിൽ പരമാവധി സ്ഥലങ്ങളിൽ പോയി അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ മാറി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നും പാർട്ടിയിൽ അങ്ങ് ഒരു മതേതര മുഖമായിട്ട് നിലനിന്നിരുന്ന ഒരാളാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അങ്ങയുടെ പ്രവർത്തനം. അപ്പോൾ BJP ഉയർത്തുന്ന ഈ ഭീഷണി അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിലോ അല്ലെങ്കിൽ കേരളത്തിലുടനീളമോ ഏതെങ്കിലും തരത്തിൽ വോട്ട് ഷെയറിനെ അത് ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നില്ല? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ സാധാരണ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം. ആ മത്സരം അങ്ങനെ തന്നെ ആകണമെന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വർഗീയമായൊരു ചിന്ത ഒരിക്കലും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭയിൽ, അതിനു മുമ്പ് രാജഗോപാൽ ജയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ നിയമസഭയിൽ BJPയുടെ ഒരു പ്രതിനിധി പോലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ അടിസ്ഥാനപരമായി മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ധ്രുവീകരണം ആഗ്രഹിക്കുന്നില്ല. അത് ഏത് ഭാഗത്തു നിന്നായാലും. ഒരൊറ്റ ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുമോ? നമ്മൾ അതിനെക്കുറിച്ചൊന്നും പിന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. കാരണം നമുക്ക് സുപ്രധാനം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഴിമതിയുടെ കറപുരളാത്ത 2 നേതാക്കൾ ഇപ്പോൾ ജീവിക്കുന്ന വീടാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, നമുക്ക് ഏറെ ജനകീയനായ അഴിമതിയില്ലാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അത് CH ആണെന്ന്. അങ്ങനെ കേട്ടു, അങ്ങനെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ മണ്ഡലം ചുറ്റിയുള്ള മഹിളകളുടെ യാത്ര ഇനിയും തുടരും. നമ്മൾ അടുത്ത ഇടത്തു നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.